നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂരിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ലാൽജി കൊള്ളന്നൂർ കൊലക്കേസിൽ 9 പ്രതികളെയും വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് കോടതി ഉത്തരവ്. യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്നുണ്ടായ കൊലയായിരുന്നു ലാൽജി കൊള്ളന്നൂർ വധം. മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വയോധികനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി പോളാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധു മടവാക്കര സ്വദേശി രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ വേലൂരിൽ യുവാവിനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിലെ പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അറക്കൽ വീട്ടിൽ ജോജിയെയാണ് SI K അനുദാസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ വെൺമിലശ്ശേരി വെൺമലോട് വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി കൊണ്ട്രപ്പശ്ശേരി വീട്ടിൽ റോഹനെയാണ് നാടുകടത്തിയത്. 2 വധശ്രമ കേസുകൾ, ആത്മഹത്യാ പ്രേരണ, തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച തുടങ്ങി 9ഓളം കേസുകളിൽ പ്രതിയാണ് റോഹൻ. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ചാലക്കുടി നഗരസഭയ്ക്ക് സംസ്ഥാനത്തെ നഗരസഭകളിൽ 4ാം സ്ഥാനം ലഭിച്ചു. ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തികളാണ് ഈ നേട്ടം കൈവരിക്കാൻ കാരണമായെന്ന് ചെയർമാൻ എബി ജോർജ് പറഞ്ഞു. കേക്ക് മുറിച്ച് നഗരസഭയിൽ വിജയം ആഘോഷിച്ചു. വില്ലുപാടം പുലിക്കണ്ണി മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളി. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേതാണ് നടപടി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന 17-ന് മറ്റു വിവാഹങ്ങൾ വിലക്കിയെന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി പ്രവാഹം. അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച 40ഓളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യം തിരക്കിയത്. കേരള പോലീസ് അക്കാദമിയിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ADGPയും പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഗോപേഷ് അഗർവാൾ IPS മുഖ്യാതിഥിയായി. പൊതുജന സേവനത്തിലുടനീളം പോലീസ് സേനാംഗങ്ങൾ അർപ്പണ മനോഭാവവും സഹാനുഭൂതിയും പുലർത്തണമെന്ന് മുഖ്യപ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു. യാത്രക്കാർക്ക് തണലേകി മദിരാശി മരങ്ങൾ. ചാലക്കുടി ചട്ടിക്കുളം ഫോറസ്റ്റ് മരം ഡിപ്പോ റോഡിലാണ് മദിരാശി മരങ്ങൾ യാത്രക്കാർക്ക് തണലാകുന്നത്. റോഡിന് ഇരുഭാഗത്തുമായി നിൽക്കുന്ന 50ഓളം മരങ്ങളാണ് പ്രദേശമാകെ തണൽ വിരിച്ച് കുളിർമ നൽകുന്നത്. പന്തലിച്ചു നിൽക്കുന്ന മരത്തണൽ കൊടും ചൂടിൽ ആശ്വാസമാണ് നൽകുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.